ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. യാത്രയിലും താമസത്തിനും ഭക്ഷണത്തിനും നമ്മുടെ ബഡ്ജറ്റിൽ കുറഞ്ഞ നിരക്കിൽ പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവിടെ ഞങ്ങൾ പോയിട്ടുള്ള അനുഭവങ്ങളും പോയ സ്ഥലങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വിയറ്റ്നാമിൽ വരുമ്പോൾ സാധാരണമായി ഹനോയിലോ ഹോച്ചിമൻ സിറ്റിയിലാണ് ഫ്ലൈറ്റ് ഇറങ്ങാറുള്ളത്. ഹനോയിൽ ഫ്ലൈറ്റ് കുറവാണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവും കൂടിയാണ്. അത് അസൗകര്യമുള്ളവർക്ക് ഹോച്ചിമനിൽ ടിക്കറ്റ് എടുത്ത് ഇറങ്ങാവുന്നതാണ്. അവിടെയുള്ള കാഴ്ചകൾ കണ്ട് ഹനോയിലോട്ട് വന്നാലും ഓക്കെയാണ്. നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഹനോയിലോട്ടാണ്. വിയറ്റ്നാമിൻ്റെ തലസ്ഥാന നഗരമാണ് ഹനോയ്. ഹനോയുടെ കാഴ്ചകൾ കാണാനായി ബസ്, ടാക്സി, കാർ, ബൈക്ക് എല്ലാം യൂസ് ചെയ്യാം. അതിനായി ഗ്രാബ് എന്ന ആപ്പ് യൂസ് ചെയ്താൽ മതി. ഹനോയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഓൾഡ് ക്വാർട്ടർ. ഓൾഡ് ക്വാർട്ടർ നോയ്ബായ് എയർപോർട്ടിൽ നിന്ന് 30 മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താം. അടുത്തതായി ഞങ്ങൾ പോയത് വിയറ്റ്നാമിലെ ഏറ്റവും പഴക്കമേറിയ ട്രാങ്കോക് പഗോഡയിലേക്കാണ്. പഗോഡ എന്ന് പറയുന്നത് അമ്പലങ്ങളെയാണ്. ഇവരുടെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി, അതായത് കെട്ടിട നിർമ്മാണ ശൈലി നമ്മളെ ആകർഷിപ്പിക്കുന്നതാണ്. 1500 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളെ ഇവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചുറ്റുവശവും ഒരു ഫ്രഷ് വാട്ടർ ലേക്കുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് സൺസെറ്റിൻ്റെ സമയമായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ഈവനിങ് വൈബും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം ലേക്കിൻ്റെ സൈഡിലൂടെ വാക്കിംഗ് ചെയ്തു. പഗോഡയെക്കുറിച്ച് ഗൈഡ് ഒരുപാട് നല്ല കാര്യങ്ങൾ വിവരിച്ചു തന്നു. അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാൻ പുറപ്പെട്ടു. അടുത്തതായി ഞങ്ങൾ പോകുന്നത് വിയറ്റ്നാമിലെ ആദ്യത്തെ പ്രസിഡന്റും അവരുടെ റവല്യൂഷൻ ലീഡറുമായ ഹോച്ചിമിൻ എന്ന വ്യക്തിയുടെ ബോഡി എംബാം ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോച്ചിമാൻ മ്യൂസിയം. ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ആളുകൾക്ക് നേരിട്ട് ബോഡി കാണാൻ കഴിയുകയും ഇതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഫോട്ടോഗ്രാഫ് ഒന്നും പെർമിഷനുമില്ല. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും അതിശയപ്പെടുന്ന കാഴ്ച ഒന്നാണ് വിയറ്റ്നാമിലെ പോലീസുകാരുടെ വാക്കിംഗ് സ്റ്റൈല്. ജസ്റ്റ് ഞങ്ങളെ സാറ്റിസ്ഫൈയിങ് കാഴ്ചയായിരുന്നു. കാരണം ഫുൾ ടൈം ആ ഒരു വാക്കിംഗ് സ്റ്റൈല് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അതിലുപരി അവരുടെ ലീഡറുള്ള ബഹുമാനവും അത്രയും വലിയ മസോളിയും അതിനെ അവർ കാത്തുസൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ല ഫോട്ടോസും കുറച്ച് നല്ല വീഡിയോസുകളും എടുത്ത് നമ്മളവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാം. ഹനോയിലെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഹനോയ് ട്രെയിൻ സ്ട്രീറ്റ്. കെട്ടിടങ്ങളുടെ ഇടയിൽ ഒരു സിംഗിൾ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചയാണ്. 1902 ഫ്രഞ്ച് ഈ റെയിൽവേ പാതം നിർമ്മിച്ചത്. കൂടാതെ ഇതൊരു ഫോട്ടോ പോയിന്റും കൂടിയാണ്. ഇവിടെ നമ്മൾ എത്തിയത് ട്രെയിൻ വരാനുള്ള സമയത്തിനായി കാത്തിരുന്നു. വളരെയധികം ടൂറിസ്റ്റ് വരുന്ന സ്ഥലം കൂടിയാണ്. ട്രെയിൻ വരുന്ന സമയം വരെ എല്ലാവരും ട്രാക്കിലൂടെ ഫോട്ടോ എടുക്കുകയും പലതരം കച്ചവടങ്ങൾ നടക്കുകയും ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് ഇരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോഴാണ് ഒന്നും നോക്കാതെ ഏറ്റവും മുന്നിലത്തെ തന്നെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിരുന്നത്. അളിയൻക്ക് ഓർഡർ കൊടുക്കാനായി വെയിറ്ററെ വിളിച്ചു. എന്തൊക്കെ വെറൈറ്റി ജ്യൂസസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാവാത്ത ഭാഷയിൽ ചംചിം ചുംചും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും കയറിയതല്ലേ, മെനുവിൽ വിരലും വെച്ച് ചൂണ്ടി പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞ് അളിയൻക്ക് ജ്യൂസ് എല്ലാം ഓർഡർ ചെയ്തു. 5-6 ജ്യൂസസ് എല്ലാം ഓർഡർ ചെയ്തു. ഇതെല്ലാം കുടിച്ചതിന് ശേഷം െല്ലാം കണ്ടതിന് ശേഷം ബില്ല് വന്നു 8-9 ലക്ഷമായിരുന്നു അവിടുത്തെ ഡോങ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കറൻസിക്ക് പറയുന്ന പേരാണ് ഡോങ്. ആക്ച്വലി നമ്മൾ ഡോളറാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഡോളർ നമ്മൾ കൺവേർട്ട് ചെയ്തു ഡോങ് ആക്കി. അവിടുത്തെ കറൻസിക്ക് വളരെയധികം മൂല്യം കുറവായിരുന്നു. കാരണം അവിടെ ലക്ഷങ്ങളും മില്യൺസും ഇട്ടിട്ടുള്ള ഒരു ഇടപാടുകളും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ട്രെയിൻ സ്ട്രീറ്റിലത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നമുക്ക് വേറെ സ്ട്രീറ്റിലോട്ട് പോകാം. അടുത്തതായി നമ്മൾ പോകുന്നത് ദ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ ഓൾഡ് ക്വാർട്ടർ. പലതരം നൈറ്റ് ലൈഫ് കാഴ്ചകളും ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഫുഡും സൂവിനേഴ്സും പർച്ചേസ് ചെയ്യാനും പറ്റുന്ന സ്ഥലങ്ങളാണ് ഓൾഡ് ക്വാർട്ടർ. അവിടെയുള്ള കാഴ്ചകളും എല്ലാ സ്ട്രീറ്റുകളിലൂടെയും നടന്ന് ആസ്വദിച്ചു. അതിനിടയിലാണ് കൂടെ ഉണ്ടായിരുന്ന അളിയനും ഇത്താക്കും പിന്നെ നമ്മുടെ ഇസാനുവിനും വിയറ്റ്നാം കോസ്റ്റ്യൂം ഒക്കെ പർച്ചേസ് ചെയ്തു. ദുബൈയിലെല്ലാം പർച്ചേസ് ചെയ്തു വന്നതുകൊണ്ട് ഒന്നിലും കൈവച്ച് പോകരുതെന്നുള്ള ഓർഡർ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാലും പെണ്ണല്ലേ വർഗം, എല്ലാത്തിലും ഒന്ന് കൈവച്ച് നോക്കും. പിന്നെ ഒരുപാട് വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായിരുന്നു. ഒരുവിധം സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഷെൻസയും ഇസാനും ട്രൈ ചെയ്തു. കൂട്ടത്തിൽ ഞങ്ങളും ചെയ്തു. ബാക്കി ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാ നോൺ വെജ് ഐറ്റംസിലും പോർക്ക് മിക്സ് ചെയ്യും. വിയറ്റ്നാമിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡിൽ ഒന്നാണ് പോർക്ക്.
പോർക്കില്ലാത്തൊരു കച്ചവടം അവർക്കില്ല. പിന്നെ ഞങ്ങൾ ലേക്കിലൂടെയുള്ള വാക്കിംഗ് ചെയ്ത് റൂമിലേക്ക് ഏകദേശം 30 മിനിറ്റ്സ് നടക്കാനുള്ളത്. പക്ഷേ ഞങ്ങൾ നടന്ന് എല്ലാം കണ്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ റൂമിൽ പോയത്. വിയറ്റ്നാമിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതും ടേസ്റ്റ് ചെയ്തത്. അതൊരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. റോഡിൻ്റെ അരികിൽ ഡാൻസിങ്ങും ജോഗിങ്ങും എല്ലാ ആക്ടിവിറ്റീസും വിയറ്റ്നാമിലെ ജനങ്ങൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയൊക്കെയാണ് ഇന്നത്തെ ഹനോയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വീഡിയോയുമായി വാച്ച് ലേറ്റർ. നാളെ കാണാം. നാളെ ഒരു സ്പെഷ്യൽ പ്ലേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം.